ഡിസ്കസ് ചെയ്യുന്നത് റെക്കഗ്നിഷൻ ആസ് ആൻ എക്സ്പെൻസ്. ഒരു എക്സ്പെൻസിനെ എങ്ങനെയാണ് എക്സ്പെൻസായിട്ട് IFRS പറയുന്ന പ്രകാരം അല്ലെങ്കിൽ IFRSൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന്. ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ ഇൻവെൻറ്ററി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദെയർ റിലേറ്റഡ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ്. അതായത് ഒരു ഇൻവെൻറ്ററി അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് അതിനെ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്താണ്. ദ എമൗണ്ട് ഓഫ് എനി റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെൻറ്ററീസ് ടു ഇറ്റ്സ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആൻഡ് ഓൾ ലോസസ് ഓഫ് ഇൻവെൻറ്ററീസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പീരീഡ് ദ റൈറ്റ് ഓഫ് ഓർ ലോസ് ഓക്കേഴ്സ്. ഇൻവെൻറ്ററീസിന് സംഭവിക്കുന്ന റൈറ്റ് ഓഫ്, അതേപോലെ ലോസസ്, ഇൻവെൻറ്ററീസിൻ്റെ റൈറ്റ് ഡൗൺ ചെയ്യുന്നത്, ഇൻവെൻറ്ററീസിൻ്റെ എമൗണ്ട് റൈറ്റ് ഡൗൺ ചെയ്യുന്നത്, ഇൻവെൻറ്ററീസിൻ്റെ എമൗണ്ട് ലോസ് അല്ലെങ്കിൽ ഇൻവെൻറ്ററിയിൽ വരുന്ന ലോസസ്, ഇതെല്ലാം എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണോ ആ ഒരു റൈറ്റ് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് ഉള്ളത് അല്ലെങ്കിൽ ലോസസ് എപ്പോഴാണോ സംഭവിക്കുന്നത് ആ സമയത്താണ്. ഇഫ് ആൻ ഇൻവെൻറ്ററി ഐറ്റം വിച്ച് വാസ് റിട്ടൺ ഡൗൺ previously remains unsold and its NRV has subsequently increased, then in such case the previous write down should be reversed and the inventory should be carried at cost. If an inventory item which was written down previously, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ അക്കൗണ്ടിങ് ഇയറിൽ ഇൻവെൻറ്ററി റിട്ടൺ ഡൗൺ ചെയ്തതാണ് ആൻഡ് അത് അൺസോൾഡ് ആയിട്ട് സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് NRV ഹാസ് സബ്സീക്വൻ്റ്ലി ഇൻക്രീസ്ഡ്, അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇൻക്രീസ് ആയി കിടക്കുന്നുണ്ട്. ആ ഒരു കേസിൽ പ്രീവിയസ് ഇയറിൽ റൈറ്റ് ഡൗൺ ചെയ്തത് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ അടുത്തത് സം ഇൻവെൻറ്ററീസ് മേ ബി അലോക്കേറ്റഡ് ഓർ ട്രാൻസ്ഫർ ടു അതർ അസറ്റ് അക്കൗണ്ട്. ആൻ എക്സാമ്പിൾ, the inventory used as component of self-constructed property, plant or equipment. Such inventories are recognized as an expense during the useful life of that asset. ചില ഇൻവെൻറ്ററീസ് ചില അസറ്റ്സ് ചില ഇൻവെൻറ്ററീസ് ചില അക്കൗണ്ടിൻ്റെ ചില അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അലോക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ഇൻവെൻറ്ററി ആൻഡ് എക്സാമ്പിൾ പറഞ്ഞിട്ടൊന്ന് നോക്കൂ. ഇൻവെൻറ്ററി യൂസ്ഡ് ആസ് എ കോമ്പണൻറ്റ് ഓഫ് സെൽഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടി. സെൽഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ പ്ലാന്റ് ഓർ ഇക്വിപ്മെൻറ്റിൻ്റെയോ ഇൻവെൻറ്ററി ഒരു കോമ്പണൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സെൽഫ് കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ പ്ലാന്റ് ഓർ ഇക്വിപ്മെൻറ്റിൻ്റെയോ കോമ്പണൻ്റായിട്ട് ഇൻവെൻറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെൻറ്ററിയെ എക്സ്പെൻസ് ആയിട്ട് ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്ര കാലമുണ്ടോ അത്രയും കാലം അത് എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് റെക്കഗ്നിഷൻ ആസ് ആൻ എക്സ്പെൻസിൽ പറയാനുള്ളത്. ദെൻ എക്സാമ്പിൾ 8 നോക്കാം. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് 100 liters ഓഫ് എൻജിൻ ഓയിൽ അറ്റ് ₹50 per liter. ഒരു ലിറ്ററിന് 50 രൂപ പ്രകാരം 50 രൂപയ്ക്ക് എൻജിൻ ഓയിൽ 100 ലിറ്റർ വാങ്ങി. ദ പ്രൈസ് ഫെയിൽസ് ടു 30 per liter അറ്റ് പീരീഡ് എൻഡ്. അതായത് എൻഡ് ഓഫ് ദ പീരീഡിലാവുമ്പോഴുന്ന സമയത്തേക്കും ലിറ്ററിന് 30 രൂപയായി മാറി. നോ ഓയിൽ ഹാസ് ബീൻ സോൾഡ്. അപ്പോൾ ആ സമയത്ത് ഓയിലൊന്നും സെയിൽ ചെയ്തില്ല. ഹൗ വിൽ യു ട്രീറ്റ് ദ പ്രൈസ് ഫോൾ? അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഫോളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ കോസ്റ്റ് പെർ ലിറ്റർ ഓഫ് ഓയിൽ ഈസ് ₹50. ഒരു ലിറ്ററിന് 50 രൂപയാണ്. ഹവർ അറ്റ് ദ ഇയർ എൻഡ് ദ പ്രൈസ് ഫോൾസ് ടു 30. അപ്പോൾ ഈ വർഷാവസാനം ആകുമ്പോഴേക്കും പ്രൈസ് 30 മാറി. ദസ് ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് ലൈക്ലി ടു ബി ലെസ് ദാൻ കോസ്റ്റ്. ആ സമയത്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ കുറവായി വരും. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് 5000 ആണ്. അതായത് 50 per ലിറ്ററിന് 100 ലിറ്റർ വെച്ച് 100 × 50 5000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി. ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 3000 ആണ്. അതായത് റിയലൈസ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ, അതായത് പിന്നീട് വാങ്ങിയതിന് ശേഷം പിന്നീട് എൻജിൻ ഓയിലിന് വില കുറയുകയാണ് ചെയ്തത്. അപ്പോൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ പുതിയ എമൗണ്ടേ കിട്ടുള്ളൂ. പുതിയ എമൗണ്ട് അതായത് 3000 രൂപ 30 രൂപ വെച്ച്
100 ലിറ്ററിന് 3000 രൂപ വെച്ച് കിട്ടും. ഹെൻസ് ദ കോസ്റ്റ് ഷുഡ് ബി റിട്ടേൺ ഡൗൺ ടു 3000. അതുകൊണ്ട് തന്നെ കോസ്റ്റ് 3000ത്തിലേക്ക് കുറഞ്ഞു. ഇൻവെൻട്രി ലോസ് എത്ര സംഭവിച്ചു? 5000 മൈനസ് 3000 2000 സംഭവിച്ചു. It should be immediately recorded in the statement of profit and loss, and the journal entry is inventory loss account debtor rupees 2000 to inventory ബ്രാക്കറ്റിൽ to write down rupees 1000. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണിത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ വളരെ വൃത്തിയായിട്ട് ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. അതായത് ഇൻഡ് AS 2 പ്രകാരം ഇൻവെൻറ്ററിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എക്സ്പെൻസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഇൻവെൻറ്ററിയിലുള്ള എക്സ്പെൻസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെന്നും അതിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നോക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്സലേനിയസ് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ചോദ്യവും കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഈ ഒരു ജേർണൽ എൻട്രിയും കൂടെ പഠിച്ചു വയ്ക്കുക. ഓരോ സന്ദർഭത്തിലും ഓരോ ജേർണൽ എൻട്രീസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. B Limited is selling a machine that costs rupees 10,000 each. A fire damaged 25 of its machine. It can sell them as a scrap at 800 each. Show the accounting treatment. B Limited ഒരു മെഷീൻ സെയിൽ ചെയ്യുന്നു. 10,000 രൂപ വിലയുള്ള മെഷീനാണ്. എ ഫയർ ഡാമേജ് ഓഫ് 25 ഓഫ് ഇറ്റ്സ് മെഷീൻ. ഒരു ഫയർ വന്നിട്ട് ആ മെഷീൻസിൽ 25 എന്ത് ചെയ്തു, ഡാമേജ് ആയിപ്പോയി. അത് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത് അത് 800 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രാപ്പാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് 25 മെഷീൻ ഷുഡ് ബി റിട്ടേൺ ഡൗൺ ടു 8,000. അതായത് പണ്ട് ഒരു മെഷീൻ എത്ര രൂപയായിരുന്നു? 10,000 രൂപയായിരുന്നു. പക്ഷേ 25 മെഷീൻസ് എന്ത് ചെയ്തു, ഫയർ വന്ന് ഡാമേജ് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് 25 മെഷീൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 800 ഇൻറ്റു 25 20,000 ആയിരിക്കും. അപ്പോൾ ഇൻവെൻട്രി ലോസ് എത്ര വന്നു? ടു ബി ഷോൺ ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഇൻവെൻട്രി ലോസ് ആയിട്ട് കാണിക്കണം? നേരത്തെ ഉണ്ടായിരുന്നത് 10,000 രൂപയുടെ ഒരു മെഷീന് 10,000 രൂപ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ 10,000 രൂപ ഒരു മെഷീന് സെല്ലിങ് മെഷീൻ ദാറ്റ് കോസ്റ്റ് റുപ്പീസ് 10,000. ഓക്കെ, അപ്പോൾ 10,000 ആയിരുന്നു ഓരോ മെഷീനും. അപ്പോൾ ഒരു മെഷീന് വന്ന ലോസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 10,000-ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 800 രൂപ. ആ ഒരു പെർ യൂണിറ്റ് കണക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ ലോസ് കാണാൻ നമുക്ക് കഴിയില്ല, കാരണം എത്ര മെഷീൻസ് ഉണ്ടെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് പെർ യൂണിറ്റ് നോക്കുന്ന സമയത്ത് 10,000 മൈനസ് 800 9,200 ഇൻറ്റു 25 ചെയ്യുന്ന സമയത്ത് 2,30,000. ഓക്കെ, അതിന് ഇൻവെൻട്രി ലോസ് പെർ മെഷീൻ എത്രയായിരിക്കും? 9,200 എന്ന് പറയുന്നത് 9,200 തന്നെ ആയിരിക്കും. ഒരു മെഷീന് വന്നിട്ടുള്ള ലോസ് എത്രയായിരിക്കും? 9,200. മൊത്തത്തിൽ വന്നിട്ടുള്ള ലോസ് 2,30,000. ഓക്കെ, അപ്പോൾ അതായത് ഫയർ വന്ന മെഷീനുള്ള ലോസ്, ഫയർ വന്ന മെഷീനല്ലേ ലോസിലാവുള്ളൂ. 25 മെഷീൻസും കേട് വന്നു പോയി, അല്ലെങ്കിൽ ഫയറിൽ ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് 25 മെഷീൻസിനുള്ള മൊത്തം ലോസ് എന്ന് പറയുന്നത് 9,200 ഇൻറ്റു 25 ആണ്. ഒരു മെഷീൻ്റെ ലോസ് എന്ന് പറയുന്നത് സിംപ്ലി 9,200 തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്തത് എക്സാമ്പിൾ 10 നോക്കൂ. സി ലിമിറ്റഡ് ഇസ് സെല്ലിംഗ് കാർസ്. ദ കാർസ് കോസ്റ്റ് റുപ്പീസ് 5 lakh ഈച്ച്. അതായത് സി ലിമിറ്റഡ് 5 lakh റുപ്പി വിലയുള്ള കാറ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ന്യൂ ലെജിസ്ലേഷൻ റിക്വയേഴ്സ് ദാറ്റ് ഓൾ വെഹിക്കിൾസ് ടു ഹാവ് ന്യൂ എമിഷൻ കൺട്രോൾസ്. പുതിയ നിയമം പറഞ്ഞു, പുതിയ എമിഷൻ കൺട്രോൾസ്, അതായത് പുക പുറത്തേക്ക് വിടുന്ന രീതിയിൽ കുറേ എന്തോ കൺട്രോൾസ് വെഹിക്കിൾസ് ആക്ട് പ്രകാരമോ മറ്റോ വന്നു. ദർ വിൽ കോസ്റ്റ് റുപ്പീസ് 2 lakh പെർ കാർ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംവിധാനം അതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൽ എക്സ്ട്രാ 2 lakh ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ 5 lakh ആണ് അതിൻ്റെ കോസ്റ്റ്. പക്ഷേ ഈ ഒരു നിയമം കൂടി വന്നതുകൊണ്ട് 2 lakh ഓരോ കാറിനും 2 lakhൻ്റെ മെയിൻ്റെനൻസ് ഇനിയും ചെയ്യാനുണ്ട്. ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഓൺലി 6,50,000. അങ്ങനെ നമ്മൾ 5 lakhും 2 lakhും കൂടി 7 lakh കൊടുത്ത് നിർമ്മിക്കുന്ന ആ ഒരു കാറിന് നമുക്ക് കിട്ടുന്ന റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ഓൺലി 6,50,000 മാത്രമാണ്.
ദ കമ്പനി ഹാസ് 30 cars in stock, how will you treat the loss? അപ്പോൾ 30 കാറാണ് ഇനി കമ്പനിക്ക് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ലോസ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കോസ്റ്റ് ഓഫ് ഈച്ച് കാർ, ഓരോ കാറിനും 5 lakh റുപ്പി വിലയുണ്ട്. അഡീഷണൽ ആയിട്ട് ഇവർക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. അങ്ങനെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കാറിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7 lakhs ആണ്. ഓക്കെ, 7 lakhs ആണ്. ഇനി അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 6,50,000 ആണ്. അപ്പോൾ ഒന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ലോസ് ഉണ്ടെന്ന് നോക്കൂ. സെല്ലിംഗ് പ്രൈസ് 6,50,000 ആണ്, ടോട്ടൽ കോസ്റ്റ് 7 lakh. അപ്പോൾ എന്തായാലും ലോസ് തന്നെയാണ്. എത്ര രൂപ ലോസ് ആയിട്ടുണ്ട്? 50,000 പെർ കാർ. ഒരു കാറിന് 50,000 വെച്ച് ലോസായി. എങ്ങനെയത് മനസ്സിലാക്കിയത്? 7 lakh മൈനസ് 6,50,000. 7 lakh മൈനസ്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു. 7 lakh മൈനസ് 7 lakh എന്തായിരുന്നാണ്? 7 lakh മൈനസ് 6,50,000. 6,50,000 എന്താണ്? സെല്ലിംഗ് പ്രൈസാണ്. ബാലൻസ് ഉള്ള 50,000 രൂപയാണ് എന്ത് ലോസ് എന്ന് പറയുന്നത്. കാരണം 650 സെല്ലിംഗ് പ്രൈസേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസ് SP സെല്ലിംഗ് പ്രൈസ് 650 ഉള്ളൂ. പക്ഷെ കോസ്റ്റ് എത്രയുണ്ട്? 7 lakh ഉണ്ട്. 7 ലക്ഷം മുടക്കി നിർമ്മിച്ച കാറിന് നമ്മൾ സെയിൽ ചെയ്താൽ കിട്ടുന്നത് എത്ര രൂപയാണ്? 6,50,000 മാത്രമാണ്. അപ്പോൾ അത് എന്തായാലും ലോസ് തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി ഈ ലോസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്, ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻ ദിസ് കേസ് ദ കോസ്റ്റ് ഓഫ് കാർ ഷുഡ് ബി റിട്ടൺ ഡൗൺ ടു ഇറ്റ്സ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. വെൻ ദ കമ്പനി റൈറ്റ്സ് ഡൗൺ ദ കോസ്റ്റ്, ദ ടോട്ടൽ ലോസ് കംസ് ടു 15 lakhs. അപ്പോൾ ഇത് ഒരു കാറിന് വന്നിട്ടുള്ള ലോസാണ്. അപ്പോൾ കമ്പനിക്കുള്ള മൊത്തം ലോസ് എങ്ങനെയാണ് കണക്കാക്കുക? കമ്പനിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കണം. ആ സ്റ്റോക്കിന് അത്രയും ആ വിലയെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിയിലുള്ള സ്റ്റോക്ക് 30 ആണ്. അതുകൊണ്ട് 30 × 50,000. ഈ 30 കാറിനും 50,000 രൂപ വെച്ചിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 30 × 50,000, 15 lakhs ആണ് എന്താ ഇൻവെൻറ്ററി ലോസ്. ഓക്കെ, 15 lakh ആണ് ഇൻവെൻറ്ററി ലോസ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് പ്രോബ്ലം കൂടി ഒന്ന് നോക്കാം. എക്സ് ലിമിറ്റഡ് സെൽസ് എയർ കണ്ടീഷണർ എക്യുപ്മെൻറ്റ്സ്. ഇറ്റ് ബിൽഡ്സ് ന്യൂ ഫാക്ടറി യൂസ് 1 lakh of its inventory in its construction. It will depreciate the factory over 20 years and should depreciate the equipment over the same 20-year period. അപ്പോൾ എക്സ് ലിമിറ്റഡ് എയർ കണ്ടീഷൻ വിൽക്കുന്നതാണ്. ആൻഡ് അത് ഇൻവെൻറ്ററി ഓഫ് റുപ്പീസ് 1 lakhൻ്റെ ആ ഒരു ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് വിൽ ഡിപ്രീസിയേറ്റ് ദ ഫാക്ടറി ഓവർ 20 years ആൻഡ് ഷുഡ് ഡിപ്രീസിയേറ്റ് ദ എക്യുപ്മെൻറ്റ് ഓവർ ദ സെയിം 20-year പീരീഡ്. അതായത് ഫാക്ടറിയും അതേപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെൻറ്റ്സും 20 yearൻ്റെ ഡിപ്രീസിയേഷനാണ് അതിലുള്ളത്. ഷോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻവെൻറ്ററി ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇൻവെൻറ്ററിയെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് ഇൻവെൻറ്ററിയിൽ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാമെന്ന്. അപ്പോൾ ഓരോ സന്ദർഭങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഇൻവെൻറ്ററി ടു ആൻ അസറ്റ്. ഒരു അസറ്റിലേക്ക് ഇൻവെൻറ്ററിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നോക്കാമത്. The inventory used in the construction of factory should be treated as a part of cost of factory and it should be expensed over the useful life of the factory. അതായത് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇൻവെൻറ്ററി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫാക്ടറി ആയിട്ട് കണക്കാക്കണം. ഇറ്റ് ഷുഡ് ബി എക്സ്പെൻസ്ഡ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫാക്ടറി. ഫാക്ടറിയുടെ ലൈഫ് ഉള്ളിടത്തോളം കാലം ആ ഒരു എക്സ്പെൻസ് അവർക്ക് ഇൻകർ ആവുന്നുണ്ട്. ദ ആനുവൽ ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5,000. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് 5,000 ആണ്. 1 lakh ഡിവൈഡഡ് ബൈ 20. അതായത് 1 lakh റുപ്പിയുടെ അസറ്റാണുള്ളത് അല്ലേ ഇവിടെ. 1 lakh റുപ്പിയുടെ അസറ്റ് ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ 20 ഇയേഴ്സിന് 20 അക്കൗണ്ടിങ് പീരീഡ്സിനാണ് അവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 20 വർഷവും ഡിപ്രീസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷനാണ് 1 lakh ഡിവൈഡഡ് ബൈ 20. ദാറ്റ് മീൻസ് 5,000 റുപ്പി. ദെൻ ജേണൽ എൻട്രീസ് നോക്കിക്കോളൂ. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഡെപ്റ്റർ ടു ഇൻവെൻറ്ററീസ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു ഇൻവെൻറ്ററീസ് 1 lakh. ട്രാൻസ്ഫർ ഓഫ് ഇൻവെൻറ്ററി ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് ഫസ്റ്റ് എൻട്രി എന്തിനുള്ളതാണ്? ഇൻവെൻറ്ററിയെ
പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെൻറ്റിലേക്ക് മാറ്റുന്നത്, PPE എന്ന അസറ്റിലേക്ക് മാറ്റുന്നത്. ദെൻ അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ്റെ ആനുവൽ ഡിപ്രീസിയേഷൻ കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ അക്കുമുലേറ്റ് ഷോഡ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ഡെപ്റ്റർ ടു അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് 5,000 rupee. ദെൻ ആനുവൽ ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ ആണത്. ഓക്കെ. അസറ്റ് ഇസ് നോട്ട് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഇൻസ്റ്റെഡ് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഈസ് ക്രെഡിറ്റഡ്. അതായത് ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൊണ്ടല്ല അസറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ആനുവൽ ഡിപ്രീസിയേഷൻ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കൊണ്ടാണ്. ഓക്കെ. അതായത് അസറ്റ് അല്ല ക്രെഡിറ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് എന്നല്ലേ വരാറുള്ളത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നാണ്. അസറ്റ് വിൽ അപ്പിയർ അറ്റ് കോസ്റ്റ് അണ്ടർ അസറ്റ് ആൻഡ് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വിൽ അണ്ടർ ലയബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ അസറ്റ് കുറഞ്ഞതായിട്ടല്ല കണക്കാക്കുന്നത്. എന്ത് ചെയ്യും? അസറ്റ് കുറഞ്ഞതായിട്ട് ഇവിടെ കണക്കാക്കുന്നില്ല, അസറ്റിൽ വാല്യൂ കുറഞ്ഞതായിട്ട് കണക്കാക്കുന്നില്ല, പകരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു ടു അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നുള്ള എൻട്രിയാണ് വരുന്നത്. അപ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അസറ്റ് അവിടെ തന്നെ കാണും, അത് അസറ്റ് സൈഡിൽ അസറ്റായിട്ട് കാണും. ദെൻ ലയബിലിറ്റി സൈഡിൽ ഈ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതും. അപ്പോൾ അത് ബാലൻസ് ആയി പോകും. ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റിംഗ് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ട് ക്യാൻ ബി ക്രെഡിറ്റഡ്. അതായത് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അസറ്റും എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ.